നമസ്കാരം. ഇന്നലെ നാടകീയ രംഗങ്ങളാണ് കണ്ണൂരിൽ നടന്നത്. കണ്ണൂർ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നത്. പറഞ്ഞു വരുന്നത്, മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ ധർമ്മടം മണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലുണ്ടായ ഒരു മരണത്തെക്കുറിച്ചാണ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ നിതിൻ രാജ് എന്ന ഒരു ദളിത് വിദ്യാർത്ഥി കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് ഏതാണ്ട് 3 മാസങ്ങൾക്ക് അപ്പുറത്താണ്. 3 മാസം കഴിഞ്ഞിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന കോളേജിലെ പ്രിൻസിപ്പലിനെ കണ്ടെത്തുവാൻ പിണറായി വിജയൻ്റെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർണാടകത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആ പ്രതിയെ കണ്ടെത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. പക്ഷേ കർണാടകയിലെ കുടകിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ദന്തൽ കോളേജ് പ്രിൻസിപ്പളായ എം കെ റാം എന്ന ഡോക്ടർ എം കെ റാമിനെ കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ഈ എം കെ റാം എന്ന പ്രിൻസിപ്പലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റാമിൻ്റെ കുടുംബം നീങ്ങുന്നു. അങ്ങനെ കോടതിയിലേക്ക്, ഈ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ സുപ്രീം കോടതി വരെ ജാമ്യം നിഷേധിച്ചിരുന്ന, അതായത് മുൻകൂർ ജാമ്യ അപേക്ഷയുമായി തലശ്ശേരി സെഷൻസ് കോടതിയിലും അതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും ഈ എം കെ റാം പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് സുപ്രീം കോടതി എം കെ റാമിന് ഈ കേസിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേ തുടർന്നായിരുന്നു പിന്നീട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി നടന്നത്. ഇയാൾ ആന്ധ്രയിലും ഹൈദരാബാദിലും തെലങ്കാനയിലും അതുപോലെ കർണാടകയിലും ഒക്കെയായി മാറി മാറി ഒളിവിൽ കഴിയുകയായിരുന്നു. ആന്ധ്രയിലെ ഒരു മന്ത്രിയുമായി ഇയാൾക്ക് ചില അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒളിവിൽ കഴിയാൻ ഇയാൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക വാർത്താവിനിമയ സാമഗ്രികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തന്നെ ഒരു കാരണവശാലും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ തന്നെ ട്രേസ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായ കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ എം കെ റാം ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എങ്കിലും കേരള പോലീസിൻ്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ 3 മാസത്തിനൊടുവിൽ എം കെ റാമിനെ കുടകിലെ ഒരു വസതിയിൽ നിന്നും ഒളിത്താവളത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി കണ്ണൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. എന്നാൽ കണ്ണൂരിലെത്തിയ എം കെ റാമിന് തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം കൊടുക്കുന്ന കാഴ്ച കണ്ട് കേരളം ഞെട്ടിപ്പോയി. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇയാൾക്ക് ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത് എന്ന് പറയുമ്പോൾ തീർത്തും അവിടെ അവിശ്വസനീയമായ അസ്വാഭാവികമായ ചില നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. സുപ്രീം കോടതിയുടെ ചില വിധിന്യായങ്ങളനുസരിച്ച്, ചില ഉത്തരവുകൾ അനുസരിച്ച് ഒരു പ്രതിയെ അല്ലെങ്കിൽ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയാണ്, എന്ത് കുറ്റത്തിന്, ഏത് വകുപ്പ് പ്രകാരമാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അയാളെ ബോധിപ്പിച്ചിരിക്കണം. അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് എഴുതി കൊടുക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ ഉള്ളത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതിയെ എപ്പോൾ അറസ്റ്റ് ചെയ്തു, എവിടെ വച്ച് അറസ്റ്റ് ചെയ്തു, എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രതിയുടെ ബന്ധുക്കളെയോ അഭിഭാഷകനെയോ അറിയിക്കുന്നതിന് പ്രതിക്ക് സൗകര്യം കൊടുക്കണം. ഫോൺ ചെയ്യുന്നതിനുള്ള സൗകര്യം വരെ ഏർപ്പാടാക്കി അറസ്റ്റ് ചെയ്യുന്ന പോലീസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പ്രതിയെ ഏത് താവളത്തിലേക്കാണ് മാറ്റുന്നത് എന്നുള്ളതും പോലീസ് പ്രതിയുടെ ബന്ധുക്കളെയോ അഭിഭാഷകനെയോ അറിയിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇന്നലെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി എന്ന് കുറ്റം ചേർത്തിരിക്കുന്ന, പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന, പോലീസ് പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുന്ന അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ എം കെ റാമിന് ജാമ്യം കിട്ടുവാനുള്ള അവസരം ഉണ്ടായത് മേൽപ്പറഞ്ഞ യാതൊരു നടപടിക്രമങ്ങളും പോലീസ് പാലിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കുറ്റത്തിനാണ് എം കെ റാമിനെ അറസ്റ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ വകുപ്പ് എന്നുള്ള കാര്യങ്ങളൊന്നും പോലീസ് എം കെ റാമിനെ ധരിപ്പിച്ചിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ എഴുതി കൊടുക്കുകയുണ്ടായില്ല എന്നാണ് എം കെ റാമിൻ്റെ അഭിഭാഷകൻ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ തൻ്റെ പ്രതിയെ അകാരണമായി കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതിൽ അതിൽ നീതിരാഹിത്യമുണ്ട് എന്ന് പ്രതിഭാഗം, അതായത് എം കെ റാമിന് വേണ്ടിയുള്ള അഭിഭാഷകൻ തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദിച്ചു. കോടതി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചുകൊണ്ട് എം കെ റാമിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു.
എന്നാൽ കോടതിക്ക് പുറത്തിറങ്ങിയ MK റാമിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും പിടികൂടുന്നു, മറ്റൊരു സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഉടനെ തന്നെ വീണ്ടും MK റാമിൻ്റെ ബന്ധുക്കൾ, ഭാര്യ അടക്കമുള്ള ആളുകൾ കോടതിയുമായി ബന്ധപ്പെടുന്നു. പിന്നീട് കോടതി വടിയെടുക്കുന്നു. അതായത് കോടതി പിന്നീട് കോടതി ഉഗ്രശാസനം തന്നെയാണ് നടത്തുന്നത് കണ്ടത്. മണിക്കൂറുകൾക്കകം MK റാമിനെ, അല്ലെങ്കിൽ നിമിഷങ്ങൾക്കകം തന്നെ എന്ന് പറയുന്നതാവും ശരി, MK റാമിനെ ക്രൈംബ്രാഞ്ച് വിട്ടു കൊടുക്കുന്നു. 48 മണിക്കൂറിനകം MK റാം ഹാജരാകണം എന്ന് ചൂണ്ടിക്കാണിച്ച് എന്ന് നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് വീണ്ടും ക്രൈംബ്രാഞ്ച് MK റാമിനെ വിട്ടയച്ചത് എന്ന് പറയുമ്പോൾ, എന്തിനാണ് കോടതി ജാമ്യത്തിൽ അയച്ചൊരു ആളെ നിങ്ങൾ കസ്റ്റഡിയിലെടുത്തത് എന്ന ചോദ്യത്തിന് ക്രൈംബ്രാഞ്ച് നൽകിയ ഉത്തരം, ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, നാളെ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഹാജരാകണം, ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണം എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വസ്ഥമായ സൗകര്യപ്രദമായ ഒരു പ്ലേസിലേക്ക് മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത്. അല്ലെങ്കിൽ അത് സംസാരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയോ മാത്രമാണ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ചും പറഞ്ഞു. എന്തായാലും ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലീസ് ഇന്ന നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം എന്നുള്ളത് പോലീസിന് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള പോലീസിൽ അത്തരം നടപടിക്രമങ്ങൾ അറിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി മരിക്കുന്നതിന് കാരണക്കാരനായി പറയപ്പെടുന്ന, അതായത് നിതിൻ രാജ് ദളിത് വിദ്യാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ തൊലിയുടെ കറുപ്പിനെയും അദ്ദേഹത്തിൻ്റെ കുലത്തെയും എല്ലാം പറഞ്ഞുകൊണ്ട് നിതിൻ രാജിനെ മാനസികമായും ആക്ഷേപിക്കുന്ന തരത്തിൽ, അവഹേളിക്കുന്ന തരത്തിൽ ഈ പ്രിൻസിപ്പൽ MK റാം പലകുറി സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് നിതിൻ രാജിനെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് പല സഹപാഠികളും പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെ ആ ജാതീയമായ അവഹേളനം സഹിക്കവയ്യാതെയാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട നിതിൻ രാജ് കോളേജിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. ചാടി ആത്മഹത്യ ചെയ്തതാണോ അത് ഇനി അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ തെളിയിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ നിതിൻ രാജ് മരിക്കത്തക്ക രീതിയിലുള്ള കാരണങ്ങളൊന്നും അവരുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും സ്വസ്ഥവും സമാധാനമായ കുടുംബജീവിതം നയിക്കുന്ന ആളുകൾ തന്നെയാണ്. താൻ പഠിച്ച് ജയിച്ച് ഒരു ഡോക്ടറായിട്ട് വേണം തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിതിൻ രാജ് പഠിച്ചിരുന്നത്. കോളേജിലും നിതിൻ രാജിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടത് തന്നെയാണ്. അവിടെയാണ് പ്രിൻസിപ്പൽ പലകുറി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിതിൻ രാജ് അടക്കമുള്ള പല വിദ്യാർത്ഥികളെയും ഇങ്ങനെ മാനസികമായി അവഹേളിച്ചിട്ടുണ്ട്, ജാതീയമായി അവഹേളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജാതിയിൽ ഉയർന്ന ചിന്ത വച്ചു പുലർത്തുന്ന ഡോക്ടർ MK റാം എന്ന ഈ പ്രിൻസിപ്പൽ ജാതീയമായി പല വിദ്യാർത്ഥികളെയും ഇതുപോലെ അവഹേളിച്ചിട്ടുണ്ടെന്ന് നിതിൻ രാജിൻ്റെ സഹപാഠികൾ പിന്നീട് മാധ്യമങ്ങൾക്ക് മൊഴി നൽകുകയുണ്ടായി, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കേണ്ടത് തനിക്കുണ്ടായ മാനസിക പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ഈ നിതിൻ രാജ് എന്ന ഈ വിദ്യാർത്ഥി കോളേജിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. അതിന് പ്രേരണാകുറ്റം ഈ പ്രിൻസിപ്പളായ MK റാം തന്നെയാണ്. എന്നാൽ നിതിൻ രാജ് മരിച്ച് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് ഏതാണ്ട് 3 മാസം കഴിഞ്ഞിട്ട് 100 ദിവസങ്ങൾ പിന്നിടുമ്പോഴും കേരള പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രതിയെ കണ്ടെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ പ്രതിക്ക് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ച ഒരാൾക്ക് കേരള പോലീസ് വഴി ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ ഇത് കേരള പോലീസിൽ ചില ആളുകളും MK റാമിൻ്റെ ചില ആളുകളും തമ്മിൽ നടന്ന ഒത്തുതീർപ്പിൻ്റെ അല്ലെങ്കിൽ ചില ഒത്തുകളിയുടെ ഫലമായാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത് എന്നൊക്കെ പല കോണുകളിൽ നിന്നും ആക്ഷേപം വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇനിയും കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ MK റാം ഹാജരാകണം എന്നുള്ള നോട്ടീസ് കൊടുത്തിട്ടാണ് MK റാമിനെ ക്രൈംബ്രാഞ്ച് വിട്ടയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇതേ ചൊല്ലി എന്തായിരിക്കും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.